നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ ചന്ദ്രൻ നിന്നാൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പൊതുവെ ദോഷകരമാണ്. മേടം, ഇടവം, കർക്കിടകം ഈ രാശികൾ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ സൗന്ദര്യവും സമ്പത്തും സുഖവും ദീർഘായുസ്സും ഉണ്ടാകുന്നതാണ്. മീനലഗ്നമാകുകയും അവിടെ ബലവാനായ ചന്ദ്രൻ നിൽക്കുകയും ആ ചന്ദ്രനെ ബന്ധുഗ്രഹം വീക്ഷിക്കുകയും ചെയ്താൽ രാജയോഗമാണ് ഫലം. മറ്റു രാശികൾ ലഗ്നമായി വന്ന് അവിടെ ചന്ദ്രൻ വന്നാൽ പാപമാണ് ഫലം. അംഗവൈകല്യമോ അല്പായുസ്സോ ആണ് ജാതകഫലം. ബലവാനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ദീർഘായുസ്സാണ് ഫലം. ലഗ്നത്തിൻ്റെ 2-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ സുന്ദരനും വിദ്വാനും അന്യരുടെ ആശയം മനസ്സിലാക്കുന്നവനും നല്ല ഭാര്യയുള്ളവനുമായിരിക്കുന്നതാണ്. ഇവിടെ പൂർണ്ണചന്ദ്രൻ നിന്നാൽ ഭാഗ്യക്കുറിയോ നിധിയോ കിട്ടും. ഇവിടെ ചന്ദ്രൻ ശനിയോട് ചേർന്ന് നിന്നാൽ ജാതകന് കാഴ്ചയില്ലാത്തവനായി തീരുകയും ചെയ്യുന്നു. ലഗ്നത്തിൻ്റെ 3-ൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ സന്തോഷവാനാണെങ്കിലും ധൈര്യം കുറവായിരിക്കും. നല്ല പിശുക്കരുമായിത്തീരുന്നതാണ്. നല്ല കൈയക്ഷരമുള്ളവനും വിദ്യയും ധനവും ലഭിക്കുകയും ഇവർ പൊതുവെ സ്ത്രീ സ്വഭാവക്കാരുമായിരിക്കും. ലഗ്നത്തിൻ്റെ 4-ൽ ചന്ദ്രൻ നിന്നാൽ യശസ്സും വാഹനവും നേടും. സ്ത്രീകൾക്ക് അധീനനായിരിക്കും. വിദ്യാസമ്പന്നനും ദാനശീലനുമാണ്. സമ്പത്ത്, ബന്ധുക്കൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ സമ്പാദിക്കുന്നവനുമാകുന്നു. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും. ലഗ്നത്തിൻ്റെ 5-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ബുദ്ധിമാനും ഭരണാധികാരിയും പണം പലിശയ്ക്ക് കൊടുക്കുന്നവനും ബന്ധുക്കളും സുഖവും ഉണ്ടാകും. നിർമ്മല ഹൃദയനും ദയാദാലുവുമാണ്. ഇവർക്ക് നീതിമാനായ ഒരു പുത്രൻ ഉണ്ടാകുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 6-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജാതകൻ ക്ഷീണിച്ച ശരീരമുള്ളവനും എല്ലായിടത്തും തോൽവി സംഭവിക്കുന്നവരും ഇവർ ക്രൂരരുമായിരിക്കും. മടിയന്മാരും ശത്രുക്കൾ കൂടുതൽ ഉണ്ടായിരിക്കുകയും ആയുർബലം കുറഞ്ഞവരുമായിരിക്കും ഇവർ. ലഗ്നത്തിൻ്റെ 7-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജാതകൻ സമ്പത്തും സൗന്ദര്യമുള്ളവനും സൗഭാഗ്യമുള്ളവനുമാകും. കച്ചവടത്തിലൂടെ കൂടുതൽ ധനം നേടുന്നവനുമാകും. പക്ഷബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഫലം വിപരീതമാകുന്നു. ലഗ്നത്തിൻ്റെ 8-ൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ പല വിദ്യകൾ പഠിക്കുമെങ്കിലും ഒന്നും പൂർത്തിയാക്കുകയില്ല. ശരീരത്തിൽ വ്രണത്തിൻ്റെ അടയാളമുണ്ടാകും. ആയുസ് കുറഞ്ഞിരിക്കും. കലഹപ്രിയനായിരിക്കുകയും ചെയ്യും. വലിയ അധ്വാനം കൂടാതെ പണം ലഭിക്കുന്നവനും ശുഭക്ഷേത്രത്തിൽ രാഹുവുമൊത്ത് നിൽക്കുന്ന ജാതകൻ ഡോക്ടറാവും. അഷ്ടമത്തിൽ ചന്ദ്രനുള്ള സ്ത്രീ ഭർത്താവിൻ്റെ മരണത്തിനു മുമ്പേ മരിക്കും. ലഗ്നത്തിൻ്റെ 9-ൽ ചന്ദ്രൻ നിന്നാൽ പുണ്യവും സദാചാരവും ധർമ്മവും ബന്ധുബലവും നൽകും. യൗവനം ഏറെ നാൾ നിൽക്കും. പണത്തേക്കാൾ കീർത്തിയാണ് നൽകുന്നത്. ദീർഘായുസ്സുണ്ടാകുകയും ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 10-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാൽ ഭൂമി, ഗൃഹം എന്നിവ ലഭിക്കും. എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്നതാണ്. കച്ചവടക്കാരനോ ഉദ്യോഗസ്ഥനോ ആകും. നല്ല സ്വഭാവഗുണമുള്ള ഭാര്യയെ ലഭിക്കുന്നതാണ്. ലഗ്നത്തിൻ്റെ 11-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാൽ നല്ല സന്താനങ്ങളും സമ്പത്തും നേടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം, ഉദ്യോഗം എന്നിവയും നേടും. മാതാവിനോട് സ്നേഹം കാട്ടും. മാതാവിൽ നിന്നും അകന്നു താമസിക്കേണ്ടതായി വരും. ക്ഷീണചന്ദ്രൻ മീനം, കർക്കിടകം, വൃശ്ചികം, മകരം ഇവയിൽ കുജപാപന്മാരാൽ വീക്ഷിച്ചാൽ ജാതകൻ മദ്യപാനിയായി തീരും. ലഗ്നത്തിൻ്റെ 12-ൽ ചന്ദ്രൻ നിന്നാൽ നയനരോഗിയും അംഗവൈകല്യമുള്ളവനുമായിരിക്കും. ജാതകൻ അന്യദേശവാസിയും ദരിദ്രനും ദുഃഖിതനുമായി തീരുന്നതാണ്. ചന്ദ്രൻ ബലവാനാണെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവാക്കുന്നതാണ്.